ബുദ്ധിയില്ലാത്ത കാലത്ത് താനൊരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. ബുദ്ധി വെച്ചപ്പോൾ KSU ആയി. ബോധോദയം വന്നപ്പോൾ താൻ ABVP ആയി. ശ്രീനിവാസന്റെ രാഷ്ട്രീയ ജീവിതം കടന്നുപോയ വഴികളാണിത്. ഒരിക്കൽ അദ്ദേഹം തന്നെ പറഞ്ഞ വാക്കുകളാണിത്. കണ്ണു തുറന്നാൽ ചുവപ്പ് മാത്രം കാണുന്ന പാട്യത്തെ കോങ്ങാറ്റയിൽ നിന്ന് രാഷ്ട്രീയം തലയ്ക്ക് പിടിച്ച പിതാവിന്റെ ഗൃഹപാഠം പഠിച്ച് ശ്രീനിവാസൻ സിനിമയ്ക്ക് വേണ്ടി കോടമ്പാക്കത്തേക്ക് വണ്ടി കയറിയപ്പോൾ അന്ന് മനസ്സിൽ കോരിയിട്ടതായിരുന്നു സന്ദേശം എന്ന സിനിമയുടെ ചിന്തകൾ. തീർച്ചയായിട്ടും ശ്രീനിവാസന്റെ രാഷ്ട്രീയ ജീവിതം നമുക്ക് നോക്കുമ്പോൾ ആദ്യം അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു, പിന്നീട് അദ്ദേഹം KSU പ്രവർത്തകനാകുന്നു, അത് കഴിഞ്ഞൊരു ABVP പ്രവർത്തകനാകുന്നു. ഇത്തരത്തിൽ 3 പാർട്ടികൾ അദ്ദേഹം ഇത്തരത്തിൽ അംഗമായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ആശയങ്ങളിൽ കൂടി കടന്നുപോയിട്ടുണ്ട്. പ്രത്യേകിച്ച് ശ്രീനിവാസന്റെ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരിക സന്ദേശം സിനിമയാണ്. സന്ദേശം സിനിമ തികച്ചും ഒരു രാഷ്ട്രീയ സിനിമയാണ്. രാഷ്ട്രീയമായിട്ടുള്ള നർമ്മങ്ങൾ കൂട്ടിയിണക്കിയ ഒരു രാഷ്ട്രീയ സിനിമയായിട്ട് ആ ഒരു സിനിമയെ നമുക്ക് കാണാവുന്നതാണ്. കോട്ടപ്പള്ളി പ്രഭാകരനും KRPയും പൊതുവാൾജിയും കുമാരപിള്ളയുമെല്ലാം ഒരു കാലത്ത് ശ്രീനിവാസന്റെ നാട്ടിലെ പരിചയക്കാരും വീട്ടിലെ അതിഥികളെല്ലാം ആയിരുന്നു എന്നത് തന്നെയാണ് അതിൽ നിറഞ്ഞു നിൽക്കുന്ന യാഥാർത്ഥ്യം. ഒപ്പം സിനിമ സ്വപ്നം കണ്ട് അതേ കോടമ്പാക്കത്തേക്ക് ടിക്കറ്റ് എടുത്ത അന്തിക്കാട്ടുകാരനായ സത്യനെ കൂടി ശ്രീനിവാസൻ കണ്ടുമുട്ടി. ഇതോടെ ഇരുവരും ചേർന്ന് പിന്നീട് മലയാളത്തിന് ഒരുക്കിയത് ഇന്നും രാഷ്ട്രീയ പ്രാധാന്യം ഏറെയുള്ള, അതിൽ ഓരോ ഡയലോഗുകൾ പോലും ഇന്നത്തെ രാഷ്ട്രീയത്തിൽ ഏറ്റവും അനുയോജ്യമാണ് എന്ന് നമുക്ക് പറയാവുന്ന തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. സന്ദേശം എന്ന സിനിമയും അതിലെ കഥാപാത്രങ്ങളും ഇന്നും നമ്മുടെ മനസ്സിൽ മായാതെ മറയാതെ കിടക്കുകയാണ്. സന്ദേശത്തെക്കുറിച്ച് പറയുമ്പോൾ ഇന്നും സത്യൻ അന്തിക്കാട് ഓർത്തിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ശ്രീനിയും സത്യൻ അന്തിക്കാടും ഒരുമിച്ചുണ്ടായിരുന്ന സമയങ്ങളെല്ലാം എങ്ങനെയെങ്കിലും ഒക്കെ രാഷ്ട്രീയം സംസാരത്തിന്റെ പ്രധാന ഭാഗമായി. അതിനിടയിൽ പരസ്പരം ഒരുമിച്ച പല സിനിമകൾ വന്നു പോയിട്ടുണ്ടാവും, പല കഥകൾ പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷേ ഞങ്ങൾ പോലും അറിയാതെ സന്ദേശത്തിന്റെ തിരക്കഥയിലേക്കും ആ സിനിമയുടെ ഉള്ളടക്കങ്ങളിലേക്കും ഇരുവരും പ്രവേശിച്ചു. ആ സംസാരത്തിനിടെയാണ് ഒരേ വീട്ടിൽ വിരുദ്ധ പാർട്ടിയിൽപ്പെട്ട രാഷ്ട്രീയം അസ്ഥിക്ക് പിടിച്ച 2 സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ എന്താകുമായിരിക്കും അവസ്ഥ എന്നൊരു ചിന്ത ശ്രീനിവാസൻ പറഞ്ഞു വെച്ചത്. പാർട്ടി എന്നാൽ ഞങ്ങളാണ് എല്ലാമെന്നും ഞങ്ങൾ മാത്രമേ പാർട്ടിയിലെ ബുദ്ധിജീവികളായുള്ളൂ എന്നും വിശ്വസിക്കുന്ന 2 സഹോദരങ്ങളുടെ കഥ പറഞ്ഞ സന്ദേശം എന്ന സിനിമ. ആ ചിന്ത തിരുവനന്തപുരത്തെയും കോഴിക്കോട്ടെയും എറണാകുളത്തെയും എല്ലാം പല ഹോട്ടലുകളിലെ താമസത്തിനിടയിലെ അന്തിചർച്ചാ വിഷയമായി മാറുകയായിരുന്നു. അങ്ങനെ അരിച്ചരിച്ചെടുത്ത് ശുദ്ധമാക്കിയ ശ്രീനിവാസന്റെ തിരക്കഥയിൽ പിറന്നതായിരുന്നു 1991 ഒക്ടോബർ 30 പുറത്തിറങ്ങിയ സന്ദേശം എന്ന സിനിമ. 34 വർഷം പിന്നിടുമ്പോഴും പഴകി വീര്യം കൂടിയ വീഞ്ഞിന്റെ സുഖം തരികയാണ് സന്ദേശത്തിന്റെ ഓരോ സീനുകളും. തുടർ ഭരണം പ്രതീക്ഷിച്ച് വമ്പിച്ച ആത്മവിശ്വാസത്തോടെ ഒരു ത്രിതല തിരഞ്ഞെടുപ്പിനെ നേരിട്ട ശേഷം കേരളത്തിൽ ഇടതു ജനാധിപത്യ മുന്നണിക്ക് വലിയ തിരിച്ചടി ഉണ്ടായപ്പോൾ പുറത്തുവന്ന സോഷ്യൽ മീഡിയ റീലുകളിൽ ഏറ്റവും നിലവാരം പുലർത്തിയതായിരുന്നു സന്ദേശം സിനിമയിൽ ശ്രീനിവാസനും ഉത്തമന്റെ വേഷമിട്ട് ബോബി കൊട്ടാരക്കരയും പാർട്ടി ഓഫീസിലെ മുറിയിലിരുന്ന് നടത്തുന്ന തിരഞ്ഞെടുപ്പ് ചർച്ച. നമുക്കറിയാം, പലപ്പോഴും പല ഇടങ്ങളിലും കേട്ട് പരിചയമുള്ള അല്ലെങ്കിൽ ആദ്യ വരി കേൾക്കുമ്പോൾ തന്നെ ബാക്കി മനസ്സിലേക്ക് ഓടി വരുന്ന ആ ഡയലോഗുകൾ. എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത്? അപ്പോൾ ഉത്തമം പറയുന്ന മറുപടിയുണ്ട്, അതെ, ഒരു പാർട്ടിയിലും പെടാത്ത നിഷ്പക്ഷമതികളായ കുറെ ജനങ്ങളുണ്ടല്ലോ, ആ തെണ്ടികളാ ഇത്തവണ നമ്മളെ പറ്റിച്ചത്. നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തുവെന്ന് കോട്ടപ്പള്ളി ചോദിക്കുമ്പോൾ കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തതെന്ന ഉത്തമന്റെ മറുപടി കേട്ട് കാഴ്ചക്കാർ ചിരിച്ചെങ്കിലും അതൊന്നും ശ്രീനിവാസൻ വെറുതെ അങ്ങ് എഴുതി ചേർത്ത വരികളായിരുന്നില്ല. കേരളത്തിന്റെ രാഷ്ട്രീയം അരച്ചു കുടിച്ച് കാലം എത്ര കഴിഞ്ഞാലും ഈ ഒരു രാഷ്ട്രീയ രീതിക്ക്, അതായത് വാഗ്ദാനങ്ങൾ, അതിപ്പോൾ ഏത് ഇന്ന പാർട്ടിയിൽ നിന്നൊന്നുമില്ല, ഏത് സർക്കാരായാലും കുറെ വാഗ്ദാനങ്ങൾ നൽകും, അത് നടക്കാൻ പോകാത്ത വാഗ്ദാനങ്ങൾ കുറെ നൽകും എന്ന ഒരു ആശയം അല്ലെങ്കിൽ ആ ഒരു കാര്യം പണ്ടേ പറഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു തന്റെ സിനിമയിലൂടെ. അതായത് തിരഞ്ഞെടുപ്പിന് മുന്നേ ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകുന്നു, അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് ഒരു കാലങ്ങൾക്ക് മുന്നേ അദ്ദേഹം പറഞ്ഞു വെച്ചു. അത് ഒരു മാറ്റവും അതിനുണ്ടാകാൻ പോകുന്നില്ല ആ സമ്പ്രദായത്തിനെന്നും അദ്ദേഹം വ്യക്തമാക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് 34 വർഷത്തിനിപ്പുറവും സന്ദേശം പോലെ ഒരു സിനിമയും അതിലെ ഓരോ സംഭാഷണങ്ങളും ഇന്നിന്റെ നേർക്കാഴ്ച കൂടിയായി മാറിയിരിക്കുന്നത്. ഈ തിരക്കഥ എഴുതി തുടങ്ങും മുമ്പേ ശ്രീനിവാസൻ സത്യൻ അന്തിക്കാടിന് ഒരു വാക്ക് കൊടുത്തു. എന്താണ് ആ വാക്കെന്നല്ലേ? ഈ സിനിമയിൽ നിങ്ങൾക്ക് ഒരു കാലത്തും മറക്കാൻ കഴിയാത്ത സംഭാഷണങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് എന്നതായിരുന്നു ശ്രീനിവാസന്റെ ആ വാഗ്ദാനം. അത് അങ്ങനെ തന്നെ സംഭവിച്ചു. ഇന്നും ആരും മറക്കുന്നില്ല ആ സിനിമയിലെ ഓരോ വരികളും. ഒരു വരി പോലും വെട്ടാനില്ലാത്ത, എഡിറ്റ് ചെയ്ത കളയാനില്ലാത്ത തിരക്കഥയായിരുന്നു സന്ദേശത്തിൻ്റെതെന്ന് സിനിമയെക്കുറിച്ച് ചോദിച്ചപ്പോൾ സത്യൻ അന്തിക്കാട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. സന്ദേശ സിനിമയിലെ സംഭാഷണങ്ങൾ തന്നെയാണ് ആ സിനിമയുടെ ഏറ്റവും വലിയൊരു മഹത്വം, അല്ലെങ്കിൽ അതിനെ ഏറ്റവും കൂടുതൽ വേറിട്ട് നിർത്തുന്നത് എന്നതും ശ്രദ്ധേയം.
പാർട്ടി നേതാവായ കുമാരപിള്ളയുടെ അടുത്തെത്തി കല്യാണം കഴിക്കുന്നത് സംബന്ധിച്ച് ശ്രീനിവാസൻ അവതരിപ്പിക്കുന്ന സംഭാഷണങ്ങളും പാർട്ടിയുടെ ചരിത്രം പറഞ്ഞ് ഊറ്റം കൊള്ളുകയും അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന നേതൃത്വത്തിന്റെ പത്തിക്കടിക്കുന്ന രീതിയിലുള്ളതായിരുന്നു ആ സംഭാഷണം. നോക്കാം. കുമാരപിള്ള: അടിസ്ഥാനപരമായി നമ്മുടെ പാർട്ടിക്ക് കല്യാണം ഇഷ്ടമില്ല. അപ്പോൾ പ്രഭാകരൻ ചോദിക്കുന്നത്, അപ്പോൾ സാറ് കല്യാണം കഴിച്ചതോ? കുമാരപിള്ള പറയുന്ന മറുപടി, അതിൽ ഞാനിന്ന് ഖേദിക്കുന്നു. അപ്പോൾ പ്രഭാകരന്റെ മറുപടി, എന്നാ പിന്നെ ഇപ്പോൾ ഭാര്യ ഉപേക്ഷിക്കരുതോ? കുമാരപിള്ളയുടെ മറുപടി, തന്റെ കാര്യമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രഭാകരൻ: പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നതൊന്ന്. ദൈവമില്ല, അമ്പലമില്ല എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു പോകും. എന്നിട്ട് ആരും കാണാതെ തലയിൽ മുണ്ടും പുതച്ച് ദൈവത്തെ തൊഴാൻ പോകും. കുമാരപിള്ള: ആര്? പ്രഭാകരൻ: സാറ് തന്നെ. തൃച്ചംബരം അമ്പലത്തിൽ എന്നും കാലത്ത് തൊഴാൻ പോകുന്നത് ഞാൻ കാണാറുണ്ട്. കുമാരപിള്ളയുടെ മറുപടി, താനിതെങ്ങനെ കണ്ടു? പ്രഭാകരൻ: ഞാനും രഹസ്യമായി തൊഴാൻ പോകാറുണ്ട്. കുമാരപിള്ളയുടെ ചോദ്യം, എന്നാൽ ഇത് തൽക്കാലം നമ്മൾ രണ്ടുപേർ മാത്രം അറിഞ്ഞാൽ മതി. താൻ വേണമെങ്കിൽ കല്യാണം കഴിച്ചോ? കേവലം 1.5 മിനിറ്റോളം മാത്രമേ രണ്ടുപേർ തമ്മിലുള്ള ഈ ഡയലോഗിന് ശ്രീനിവാസനും സത്യൻ അന്തിക്കാട് ഈ സിനിമയിൽ സമയം കൊടുത്തിട്ടുള്ളൂവെങ്കിലും രാഷ്ട്രീയ നേതൃത്വത്തെ വലിച്ച് കീറുന്ന ഒരു ഡയലോഗായി ഇത് മാറുകയാണ്. അത് ഇന്നിന്റെ കാലത്ത് പലയിടത്തേക്കും നോക്കുമ്പോൾ അത് സത്യമാണ് എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നായിരുന്നു. പിന്നീട് അത് അങ്ങോട്ട് ഈ വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു ഡയലോഗുകൾക്ക് വളരെ പ്രസക്തിയുണ്ട് രാഷ്ട്രീയത്തിൽ എന്ന് തെളിയിക്കുന്ന സംഭവങ്ങൾ ഒരുപാട് അരങ്ങേറുകയും ചെയ്തു. ഇതിൽ നിന്നൊന്നും 1 ഇഞ്ച് പോലും ഇന്നത്തെ രാഷ്ട്രീയം മാറിയിട്ടില്ല എന്നതും ശ്രീനിവാസന്റെ എഴുത്തിന്റെ ശക്തിയുടെ ഉദാഹരണമാണ്. INSPയുടെ ദേശീയ നേതാവ് യശ്വന്ത് സഹായി സന്ദർശനത്തിന് വന്നപ്പോൾ നാരിയൽ കാ പാനി ചോദിക്കുമ്പോൾ ഒന്നും മനസ്സിലാകാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി മണ്ഡലം പ്രസിഡന്റ് പൊതുവാൾജി കൂടി നിന്ന പ്രവർത്തകരോട് ചോദിക്കുന്നുണ്ട്, വിദ്യാഭ്യാസമുള്ള ഒരുത്തനുമില്ലേ നമ്മുടെ പാർട്ടിയിലെന്ന്. ഈ ഡയലോഗും ഇന്നും എവർഗ്രീൻ തന്നെയാണ്. ഓരോ സംഭാഷണത്തിലും 1000 അർത്ഥങ്ങളും ചിന്തകളുമായിരുന്നു ശ്രീനിവാസൻ സന്ദേശത്തിലൂടെ കാഴ്ചക്കാരുടെ മുന്നിലേക്ക് എറിഞ്ഞിട്ടത്. അതെല്ലാം ഇപ്പോഴും മറ്റൊന്നിനു പോലും മത്സരിക്കാനില്ലാത്ത മാരക പ്രഹരശേഷിയുള്ള ട്രോൾ ബോംബുകളായി നിലനിൽക്കുന്നുണ്ട്. അമ്പലവും വിശ്വാസവും ഇല്ലെന്ന് പറഞ്ഞ് പരിപ്പോടെയും കട്ടൻ ചായയുമാണ് പാർട്ടിയുടെ പ്രധാന ഭക്ഷണമെന്ന് ഒരു കാലത്ത് പറഞ്ഞു നടന്ന കേരളത്തിലെ ഇടതുപക്ഷ പാർട്ടികളെയാണ് ഈ ബോംബുകൾ അത്രയും ഇപ്പോഴും മുറിവേൽപ്പിക്കുന്നത് എന്ന ഒരു വിലയിരുത്തലുകളൊക്കെ ആ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ രാഷ്ട്രീയ ഡയലോഗുകളെല്ലാം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും നേരെ ചൂണ്ടുന്ന ഡയലോഗുകളായിട്ട് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. കാലമേറെ കഴിയുമ്പോൾ ഇന്ന് വിശ്വാസികൾക്കൊപ്പമാണ് തങ്ങളെന്ന് പലപ്പോഴും പാർട്ടിക്ക് പ്രഖ്യാപിക്കേണ്ടി വരുന്നു. അയ്യപ്പ സംഗമം ചെയ്ത സമ്മാനം നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഇടതു നേതാക്കളെ അധികം ദൂരെ അല്ലാതെയുള്ള കാലത്ത് നമുക്ക് കാണേണ്ടി വന്നു. അമ്പലങ്ങളുടെ പരിപാടികളെ പ്രധാന നടത്തിപ്പുകാരായി ഇടതു നേതാക്കൾ തന്നെ മാറുന്ന കാഴ്ച ഉണ്ടാകുകയുണ്ടായി. ഇക്കാര്യങ്ങൾക്ക് കൊണ്ടെല്ലാം തന്നെയാണ് സന്ദേശത്തിലെ ഓരോ ഡയലോഗുകൾക്കും ഇന്നും കേരള രാഷ്ട്രീയത്തിൽ ഒരു പ്രാധാന്യമുണ്ട് എന്ന ആ ഒരു ശബ്ദം ഉയരെ മുഴങ്ങി കേൾക്കുന്നത്. മലയാള സിനിമയിൽ വൻ വിജയങ്ങൾ കൈവരിച്ച വ്യക്തിയാണ് അദ്ദേഹം ചില വാർത്തകളിലും ചില വിവാദങ്ങളിലും ഒക്കെ അകപ്പെട്ടിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ പല നിലപാടുകളും കേരള സമൂഹത്തിൽ വലിയ ചർച്ചകളിലേക്ക് വഴിവെച്ചവയാണ്. കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ, ആധുനിക വൈദ്യശാസ്ത്രം, CPM കോൺഗ്രസ് പാർട്ടികൾക്കെതിരായ വിമർശനം, ജൈവ കൃഷി തുടങ്ങിയ വിഷയങ്ങളിൽ അദ്ദേഹത്തിന്റെ നിലപാട്, താനൊരു സ്വതന്ത്ര ചിന്താഗതിക്കാരനാണെന്നും ആരുടെ നിയന്ത്രണത്തിന് കീഴിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നുമുള്ള തുറന്നു പറച്ചിലുകൾ പലപ്പോഴും അത് അദ്ദേഹത്തെ വാർത്തയിൽ നിറഞ്ഞു നിർത്തിയിരുന്നു. എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ ചില പ്രസ്താവനകൾ അത് വിവാദമായത് എന്നതൊക്കെ നമുക്ക് നോക്കാം. കേരളത്തിലെ അംഗൻവാടിയിൽ ജോലി ചെയ്യുന്നത് മറ്റൊന്നിനും കഴിവില്ലാത്തവരാണെന്ന അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന വളരെ വിവാദമായിരുന്നു. പരാമർശം സ്ത്രീ വിരുദ്ധവും സ്ത്രീകളെ അപമാനിക്കുന്നതുമാണെന്ന് ചൂണ്ടിക്കാട്ടി സംസ്ഥാന വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരുന്നു. ക്യാൻസർ ചികിത്സയും മരുന്നുകളും ബിസിനസ് ലക്ഷ്യത്തോടെയുള്ളതാണെന്ന് അദ്ദേഹത്തിന്റെ വാദം ഡോക്ടർമാർക്കിടയിൽ വലിയ തർക്കങ്ങളിലേക്ക് നയിച്ചു. ക്യാൻസർ വന്നാൽ മരണം സുനിശ്ചിതമാണെന്നും ചികിത്സിക്കുന്നത് വെറുതെ പണം കളയാനാണെന്നും അദ്ദേഹം പല ഇന്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ട്. ക്യാൻസർ മരുന്നുകൾ വിഷമാണെന്നും അവ രോഗിയല്ല രോഗം മാറ്റാനായി എത്തുന്നവരെയുമാണ് നശിപ്പിക്കുന്നതെന്നുമുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവനയ്ക്കെതിരെ ഡോക്ടർമാർ രംഗത്ത് വന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. കൊച്ചിയിൽ ഒരു വലിയ ക്യാൻസർ സെന്ററിന്റെ ആവശ്യമില്ലെന്നും രോഗം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങളാണ് സർക്കാർ നടപ്പിലാക്കേണ്ടതെന്നുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവനയും വിവാദമായതാണ്.